ഈശംസിയായി സ്നേഹമുള്ളവരെ, രാമനാഥപുരം രൂപതയുടെ ഡിഡാക്കെ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാനിന്ന് നിൽക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന ചില ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതിന്. ഇഫ് ഗാഡ് ഈസ് പെർഫെക്റ്റ്, അവിടെ ഹി ഡസ് നോട്ട് നീഡ് എനിത്തിങ് മോർ. ദൈവം പരിപൂർണനാണെങ്കിൽ പിന്നെ എന്തിനാ ദൈവത്തിന് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ? അത് ശരിയാണോ? മാത്രമല്ല, then what God does he ask people to worship him? പിന്നെ എന്തിനാണ് ദൈവം തന്നെ മനുഷ്യനോട് പറയുന്നത്? ദൈവം പരിപൂർണനാണെങ്കിൽ പിന്നെ മനുഷ്യൻ്റെ ആരാധനയുടെ ആവശ്യമില്ലല്ലോ. ആ അർത്ഥത്തിലാണ് പറയുന്നത്. ഇസിറ്റ് അങ്ങനെ നമ്മൾ ആരാധിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണോ നമുക്ക് വേണ്ടിയാണോ? അതാണ് ചോദ്യം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ദൈവം പരിപൂർണനാണെങ്കിൽ പിന്നെ ദൈവത്തിന് ഒന്നിൻ്റെ ആവശ്യമില്ല. അത് ശരിയാണ്, ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷെ അതേസമയം നമുക്കറിയാം, കാരണം കർത്താവിനെല്ലാം ഉണ്ട്, ദൈവത്തിനെല്ലാം ഉണ്ട്, ഒന്നും ഇല്ലാത്ത അവസ്ഥയില്ല. അപ്പോൾ അതിന് സെൽഫ് സഫിഷ്യൻസിയുടെ കാര്യത്തിൽ പരിപൂർണനാണ് ദൈവം. പക്ഷെ അതേസമയം എന്തിനാണ് പിന്നെ അത് ഇത്രയേ ഉള്ളൂ. അതൊന്ന് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ കൃതജ്ഞതയുടെ അടയാളമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് കാത്തു പരിപാലിച്ച് നമ്മളെ നയിക്കുന്ന ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ അതുപോലത്തെ കൃതജ്ഞതയുടെ അടയാളമാണ് ഈ ആരാധന മനോഭാവം എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം അറിയിക്കുന്നതാണ്, ദൈവത്തിന് മാത്രം കൊടുക്കുന്നതാണ്, മനുഷ്യർക്കല്ല, സൃഷ്ടികൾക്ക് കൊടുക്കുന്നതല്ല. വർഷിപ്പ് എന്ന് പറയുന്നത്, വർഷിപ്പ് ദൈവത്തിന് മാത്രം കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് അത് സൃഷ്ടികളായ മനുഷ്യർ സൃഷ്ടാവായ ദൈവത്തിന് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അതുപോലെ തന്നെ കൃതജ്ഞതയുടെ അടയാളമാണിത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ആരാധനാ പ്രക്രിയയിലൂടെ മനുഷ്യൻ ദൈവവുമായിട്ടുള്ളൊരു ലവിങ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയാണ്. ഒരു സ്നേഹമുള്ള ബന്ധം സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ. അപ്പോൾ ആ ഒരു നല്ലൊരു ബന്ധം ഉണ്ടാക്കുന്നതും ഈ ആരാധന മനോഭാവത്തോടു കൂടിയാണ്, ആരാധനയിലൂടെയാണ് സംഭവിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ദൈവവുമായി ആരാധനയിലൂടെ നമ്മൾ ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ധാർമ്മികമായ മനോഭാവത്തിൽ, ധാർമ്മിക ബോധത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയിലൊക്കെ മാറ്റം ഉണ്ടാകും. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ, യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്നൊരു കാര്യമില്ലേ, 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ചേർന്ന് നിൽക്കുക, അപ്പോൾ ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കും. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ധാർമ്മിക ബോധം, ആത്മീയമായിട്ടുള്ള പരിപോഷണം സംഭവിക്കും. അപ്പോൾ അതും ഈ ആരാധനയ്ക്ക്, അല്ലാണ്ട് ദൈവത്തിന് അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല, നമ്മുടെ ആവശ്യമാണത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളതിനെ കാണേണ്ടത്. നമുക്കറിയാമല്ലോ, ഈ ഡിവൈൻ കമാൻഡ്, നിങ്ങൾ ആരാധിക്കണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ദൈവമാണ് എന്നുള്ള രീതിയിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കമാൻഡാണ്, നിങ്ങളെന്നെ ആരാധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആരാധനയ്ക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ഒബീഡിയൻസ്. ആ കമാൻഡ് ചെയ്യുന്ന ദൈവത്തോട് നമ്മൾ വിധേയപ്പെടുന്നതാണ് വിശ്വാസത്തിലൂടെ. അപ്പോൾ നമ്മൾ ആ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവം ആ ആരാധനയ്ക്ക് പാത്രീഭൂതനാകേണ്ട വ്യക്തിയാണ്. ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധനയിലൂടെ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുക ചെയ്യുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ കമാൻഡാണ്, അതേസമയം നമ്മൾ അനുസരണത്തിലൂടെ നമ്മൾ വിശ്വസിച്ച് അങ്ങനെ ദൈവവുമായിട്ടുള്ള നല്ല ബന്ധം സ്ഥാപിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദൈവത്തെ നമ്മൾ ആരാധിക്കും ദൈവത്തിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ദൈവവുമായിട്ടുള്ള നല്ല ബന്ധം ഉണ്ടാകാൻ, ദൈവം നമുക്ക് തരുന്ന കൃപകളോട് ദൈവത്തിനോട് സ്നേഹത്തോടെ കൃതജ്ഞതയോടുകൂടി നന്ദി പറയാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ തന്നെ ആത്മീയമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ തന്നെ ജീവിതത്തിൽ ദൈവത്തോടു കൂടി നടക്കുമുണ്ടാകാവുന്ന ഒരു ഓർഡർ, ഒരു ഡിസിപ്ലിൻ, അച്ചടക്കവും ഒരു ക്രമവും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ ദൈവത്തോടു കൂടിയുള്ള യാത്ര, ദൈവത്തോടുള്ള ആരാധന, ദൈവത്തോടുള്ള പ്രാർത്ഥന, ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ്. ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു,
ദൈവവും സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവം ആവശ്യപ്പെടുന്നു എന്നെ ആരാധിക്കുക. നമുക്ക് പഴയ നിയമത്തിൽ അത് പലപ്പോഴും കാണുന്നതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മളതിനെ മനസ്സിലാക്കണം. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു അഭൗമികമായിട്ടുള്ള ഒരു അടയാളമാണ് ഈ വർഷിപ്പിംഗ് ആറ്റിറ്റ്യൂഡ്, ആരാധന മനോഭാവം എന്ന് മനസ്സിലാക്കിയാൽ മതി. മറ്റൊരു